കേരളത്തിൽ നിന്ന് ശ്രീനഗർ എത്തി. ശ്രീനഗറിൽ നിന്ന് കാശ്മീരിലോട്ട് പോകുന്ന വഴിയുള്ള കാഴ്ചകളും പിന്നെ ദാൽ ലേക്കിൻ്റെ അടുത്തുള്ള നമ്മുടെ സ്റ്റേയും അന്നത്തെ രാത്രി ഗ്രൂപ്പിലുള്ള 27 പേരും കൂടെ ഒരു നൈറ്റ് വാക്കിന് പോയതും അവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വെൽക്കം ടു ട്രെയിൽ ഹണ്ട്. 4 മണിയായപ്പോൾ നമ്മൾ ശ്രീനഗർ എത്തി. കുറച്ച് പേര് ട്രെയിനിലാണ് വരുന്നത്. നമ്മളെല്ലാവരും ജോയിൻ ചെയ്യുന്നത് കശ്മീരിലാണ്. സെക്യൂരിറ്റി റീസൺസ് കാരണം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ് എയർപോർട്ട് ഏരിയയിൽ. ശ്രീനഗറിൽ നിന്ന് പിക്കപ്പ് അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാലിലേക്ക് എത്തി. ഇനി നമ്മൾ നേരെ പോകുന്നത് സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടിയിലോട്ടാണ്. 27 പേര് അടങ്ങുന്ന ഈ ഗ്രൂപ്പിൽ സോളോ ട്രാവലേഴ്സും ഫാമിലീസും ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ 3 പേരുടെയും 5 ദിവസത്തേക്കുള്ള ഇനിയുള്ള വീട്. 3 ഷെയറിംഗ് ബേസിസിലാണ്. എൻ്റെ കൂടെ വേറെയും 2 പേരുണ്ട്. ഞങ്ങളെല്ലാവരും ഈ ഗ്രൂപ്പ് ത്രൂ ഫ്രണ്ട്സ് ആയവരാണ്. ബേസിക് ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഡീസൻറ്റ് റൂമാണ്. ഗീസറും ബെഡിൽ ഇലക്ട്രിക് വാർമേഴ്സും കെറ്റിലും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂമിൻ്റെ വ്യൂ അടിപൊളിയാണ്. കർട്ടൻസ് എല്ലാം മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഒരു മൗണ്ടൈൻ വ്യൂ ആണ് കിട്ടുന്നത്. ദാൽ ലേക്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി. അതുകൊണ്ട് തന്നെ ദാൽ ലേക്കിലോട്ട് നമുക്ക് നടന്നു പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ചൂടൊക്കെ കൊണ്ട് ഞങ്ങൾ 27 പേരും ആ ക്ലൈമറ്റൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി ഒരു നൈറ്റ് വാക്കിന് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി, ഹോട്ടൽ മനോര. ഇതാണ് അബ്ദുക്ക നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുവാണ്. കൂടെ അമലും ഉണ്ട്. മലയാളി യാത്രകൾ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജ് ത്രൂ ആണ് ഞാൻ ഈ ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അബ്ദുക്ക കാണിച്ചു തന്ന വിൻറ്റർ വെയർസ് കിട്ടുന്ന ഒരു കടയാണിത്. മറ്റുള്ള കടകൾ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം റീസണബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു കടയാണ്. ഈ രാത്രി നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുന്നത് വേറെ ഒന്നുമല്ല, മൽബറീസ് ആണ്. കുറച്ച് മുമ്പോട്ടേക്ക് നടന്നപ്പോൾ ഒരു പഞ്ചാബി ടീ സ്റ്റോൾ കണ്ടു. കുറച്ച് പേര് അവിടെ നിന്ന് ചായയും കുറച്ച് സ്നാക്സും സ്വീറ്റ്സ് എല്ലാം കഴിച്ചു. അതിലൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു പാലക് പക്കവട ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചില്ല, വേറെ ഒന്നുമല്ല. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഫുഡ് ട്രൈ ചെയ്യണ്ടെന്ന് കരുതി ഒരു ലാസ്റ്റ് ഡേ ആകുമ്പോഴേക്കും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ ലൈറ്റിൽ ഇങ്ങനെ എല്ലാം നിരനിരയായി നിൽക്കുന്നതെല്ലാം ഹൗസ് ബോട്ടുകളാണ്. ഇതാണ് ദാൽ ലേക്ക്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി പോലെയുള്ള ഒരു വേറൊരു ലേക്കാണ് നിഘി ലേക്ക്. ഈ ഷിക്കാരയിൽ ദാൽ ലേക്കിലൂടെ നമ്മൾ ഒരു ദിവസം പോകുന്നുണ്ട്. ദാൽ ലേക്കിലെ റെസ്റ്റോറൻറ്റ്സിലെല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫുഡ് ട്രക്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു റീസണബിൾ റേറ്റിൽ കിട്ടും. ഇതാണ് ഖാവ. നമ്മുടെ നാട്ടിൽ നമ്മൾ ചായയും കാപ്പിയും എല്ലാം കുടിക്കില്ലേ, അതുപോലെ അവരുടെ നാട്ടിൽ അവർ കുടിക്കുന്നതാണ് ഖാവ. ഇതിൻ്റെ ഉള്ളിൽ നടുക്ക് കനലാണ്, ഇതിന്റെ സൈഡിലാണ് ചായ ഉള്ളത് കേട്ടോ. ചായ ഉള്ളത് ഇതിന്റെ സൈഡിലാണ്. ഇത് ആക്ച്വലി ഇതിന്റെ നടുക്കുള്ളത് കനലാണ്. ഇത് തിളക്കുന്നുണ്ട്. അങ്ങനെ ചൂടോടെ ഒരു കാവ മേടിച്ച് കുടിക്കുകയാണ്. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. ഇതിൽ സ്പൈസസും അതുപോലെ ആൽമണ്ട്സ് പിന്നെ എന്തോ പൂവിൻ്റെ ഇലയൊക്കെ പോലെ തോന്നി. അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പൊടി നമുക്ക് മേടിക്കാൻ കിട്ടും. താല്പര്യമുള്ളവർക്ക് മേടിച്ച് കൊണ്ടുപോകാം. ഇത് ഇവരുടെ ഒരു എനർജി ഡ്രിങ്ക് പോലെയാണ്. രാവിലെ ഈ കാവയും അതിൻ്റെ കൂടെ ഒരു ബന്ന അല്ലെങ്കിൽ ഒരു ബ്രെഡ് പോലത്തെ ഒരു സാധനം കൂടിയാണ് കഴിക്കുക. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഒരു കാവയും കൂടി മേടിച്ച് ഞങ്ങൾ 3 പേരും കൂടെ ഷെയർ ചെയ്ത് കുടിച്ചു. ഇവിടെ ഇത്രയും പേര് കൂടി നിന്ന് ഈ ഫോട്ടോ എടുക്കുന്നത് വേറെ ഒന്നുമല്ല. ഇതാണ് ഖാങ്കിടി. ഇത് ചൂരൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്തൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ ഇച്ചിരി കനലും ഉണ്ട്. ഇത് കയ്യിൽ പിടിച്ചിട്ട് ഇതുപോലെ ചൂട് കൊള്ളാം. അല്ലാന്നാണെങ്കിൽ ഇവരിത് ഡ്രസ്സിൻ്റെ ഉള്ളിലോട്ടൊക്കെയാണ് വെക്കാറ്. ഇതുപോലെ അവർ ഷോളിൻ്റെ ഉള്ളിലോട്ടോ ഡ്രസ്സിൻ്റെ അകത്തോട്ടോ ആണ് ഈ ഒരു ഖാങ്കിടി വെക്കാറ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് നടന്ന് ദാൽ ലേക്കിലെ രാത്രിയിലെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ച് ഇനി റൂമിലോട്ട് പോവാണ്. ഇനി നമുക്ക് തിരിച്ചു പോയിട്ട് ഡിന്നർ കഴിക്കണം, പിന്നെ എല്ലാവരും ഒന്ന് പരിചയപ്പെടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ശ്രീനഗർ എത്തി, കശ്മീർ വന്ന് ഇന്ന് വേറെ എവിടെയും നമുക്ക് പോകാനായിട്ടുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ദാൽ ലേക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നാളെ തൊട്ട് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോൻമർഗും പെഹൽഗാമും ഗുൽമർഗും ദാൽ ലേക്കും എല്ലാം കവർ ചെയ്യുന്ന ഒരു 5 ദിവസത്തെ യാത്ര.